വീട്ടുകാരെ സാറ്റിസ്ഫാക്ഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ പ്രശ്നം ആയിക്കോട്ടെ, എന്ത് തന്നെ മാറ്റർ ആയിക്കോട്ടെ, അവനവന്റെ വീട്ടുകാരനെ വിട്ട് ഒരിക്കലും കളിക്കുന്നതാണ് എന്റെ അഭിപ്രായം. കിട്ടുന്നുണ്ട് വല്ലപ്പോഴും, എവരും കൊണ്ടാണ് കിട്ടേണ്ടത്. അത് എന്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര ഒഫൻസീവ് ആയി പോകും. അതുകൊണ്ട് എന്നാലും പറഞ്ഞോ, കുഴപ്പമില്ല. അതായത് ഇത്രയും കാലം വീട്ടുകാർ ചോറും തന്നെ നമ്മളെ വളർത്തുന്നുണ്ട്. ആ വീട്ടുകാരോട് ചെയ്യുന്ന അസൽ തണ്ടിത്തരമാണ് ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. മാന്യമായിട്ട് ചെയ്യുക, അല്ലാണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഓരോ മൂല്യങ്ങളും കാര്യങ്ങളും വീട്ടുകാരും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് വീട്ടുകാരെ സാറ്റിസ്ഫാക്ഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ പ്രശ്നം ആയിക്കോട്ടെ, എന്ത് തന്നെ മാറ്റർ ആയിക്കോട്ടെ, അവനവന്റെ വീട്ടുകാരനെ വിട്ട് ഒരിക്കലും കളിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ഞാൻ കളിക്കത്തില്ല പറയുള്ളൂ. പേരെങ്ങനെയായിരുന്നു? അജയ് പി. ഇത്ര ഉദ്ദേശിക്കുന്നു, വേറെ ഒന്നും അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല, സീരിയസ് ആയിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭരണത്തോട് 100% സാറ്റിസ്ഫൈഡ് ആണ്? അല്ല. അങ്ങനെ പറയാനുള്ള സാറ് ഒരു ചേതോവികാരം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ മോർ ദാൻ 60 വയസ്സായിട്ടാണ്. ഓക്കെ അല്ലേ? ഇലക്ഷൻ സമയത്ത് ഇവർ പറഞ്ഞത് 60 വയസ്സായവർക്കൊക്കെ 1660 തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും കിട്ടിയില്ല. കിട്ടുന്നുണ്ട് വല്ലപ്പോഴും, എവരും കൊണ്ടാണ് കിട്ടേണ്ടത്. ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ്, വടക്കഞ്ചേരി, ചിറ്റൂർ.